എടവണ്ണ ചങ്ങാതിക്കൂട്ടം വാട്സ്ആപ്പ് കൂട്ടായ്മ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കടവത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടി എടവണ്ണ ഹെൽത്ത് ഇൻസ്പെക്ടർ അരഞ്ഞിക്കൽ അബ്ദുൽ ജലീൽ ഉദ്ഘാടനം ചെയ്തു. താമസമില്ലാത്ത സ്വന്തം വീട്ടിൽ വെച്ച് ലഹരി ഉപയോഗിക്കുന്നത് അറിഞ്ഞ വീട്ടുകാര് പോലീസിൽ പരാതി കൊടുത്തതിന്റെ പേരിൽ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകാനല്ല മറിച്ച് പരാതി കൊടുത്ത ആ വീട്ടിലുടമയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. ഒന്നും കഴിഞ്ഞു നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ കൊല്ലാത്ത ഒരു ലോകത്താണ് നമ്മളിന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ കൂടുതൽ ശ്രദ്ധിക്ക് പോകുന്നതിന്റെ കാര്യത്തെക്കുറിച്ച് എനിക്കറിയാം. ആരാണ് ഇതിൽ നിന്നും മാറി നിൽക്കുന്നത്, ആരാണ് ഇതിനകത്ത് അകപ്പെട്ടത് എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത അവസ്ഥ. നമ്മളൊക്കെ വിചാരിച്ചത് പക്ഷെ നമ്മളത് ഉപയോഗിക്കുന്നുണ്ടാവില്ല. പക്ഷെ നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മളൊക്കെ ഇത് സുരക്ഷിതരാണ് എന്നാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഈ ലഹരിയുടെ ഉപയോഗം എത്തിക്കഴിഞ്ഞിട്ടില്ല എന്ന ഒരു കാഴ്ചപ്പാടില്ല. നമ്മുടെ സൂചിപ്പിച്ചു ഇവിടെ ക്ഷണിക്കപ്പെട്ട ആളുകൾ ഇപ്പൊ ഇങ്ങനെ ഇവിടെ പങ്കെടുക്കാൻ നമ്മൾ ക്ഷണിക്കപ്പെട്ട ആളുകൾ ഇവിടെ പങ്കെടുക്കാതിരിക്കുമ്പോൾ അവരുടെയൊക്കെ മനസ്സിലെ വിചാരം നമ്മുടെ ഒന്നും വീട്ടിലേക്ക് ഇത്തരമൊരു സാഹചര്യം എത്തിക്കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. രക്തബന്ധങ്ങളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രാസലഹരിയെ പിടിച്ചുകെട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ നാടിന്റെ ശാന്തിയും സമാധാനവും നഷ്ടമാകും. ഇത്തരം വിരുദ്ധ കൂട്ടായ്മയ്ക്ക് ഞാനും മുൻപന്തിയിലുണ്ടാകുമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞു. യാസിർ ബാബു അധ്യക്ഷനായി. IOHS സ്കൂളിന്റെ പ്രധാനാധ്യാപകൻ റഷീദ് കുട്ടമ്പൂർ മുഖ്യപ്രഭാഷണം നടത്തി. OK സുൽഫീഖർ, സീതി ഹാജി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ മനോജ്, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പറമ്പൻ സാദിഖ്, ഇല്ലിക്കൽ ഷിഹാബ്, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഇർഷാദ് ആര്യൻ തുടങ്ങിയവർ സംസാരിച്ചു. ഈസ്റ്റ് ലൈവ്, എടവണ്ണ.